നമ്മൾ ഒരു മിസ്റ്ററി ട്രിപ്പ് സർപ്രൈസ് ട്രിപ്പില് പോവാണ്. നമ്മൾ അതിനു വേണ്ടി പാക്ക് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സെറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെടാ. നമ്മൾ ഇന്ന് ബാഗ് പാക്കിംഗ് ഡേ ആണ്. നമ്മുടെ 3rd ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ ടിയ? അങ്ങനെ നമ്മുടെ 3rd ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. അപ്പൊ പിന്നെ വേറൊരു കുറച്ച് സംഭവങ്ങളുണ്ട്. നമുക്ക് ഇപ്പം എല്ലാ കമന്റ്സിലും ഓഡിയോയ്ക്ക് റിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പൊ ഇനി ടിയക്കുട്ടിയുടെയും നിമിഷാന്റിന്റെയും അദ്വിക്കിന്റെയും ഡാഡിയുടെയും ഒക്കെ കമന്റ്സ് വേണം. ഒരു വേഗം കമന്റിൽ താഴെ നിങ്ങളുടെ പേരൊക്കെ ഇട്ടോളൂ കേട്ടോ. നമ്മളപ്പോ ഓഡിയോ അത് സൗണ്ട് ഉണ്ടാക്കലടാ. നമുക്ക് അതിലെ ഓഡിയോ നിങ്ങൾക്ക് എല്ലാവരുടെയും സമയം കിട്ടുമ്പോ ഒക്കെ വോയിസ് ഇടാം. അപ്പൊ നമ്മള് ഓഡിയോ റിപ്ലൈ എന്ന് പറഞ്ഞത് അല്ലെ, പുതിയ ഫീച്ചർ എനേബിൾ ചെയ്തിരിക്കുകയാണ് ഗൈസ് യൂട്യൂബ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പൊ കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ടോളൂ കേട്ടോ. അപ്പൊ അതേ ഇടുന്നതില് ഞാൻ ഒരു കമന്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് കേൾപ്പിച്ച് തരാം. സൗത്ത് കൊറിയ അല്ലേ? ഡ്രീമൊക്കെ തന്നെയാണ് മുത്തേ, പക്ഷെ സൗത്ത് കൊറിയ അല്ല. അപ്പൊ അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നവർക്കൊക്കെ നമുക്ക് ഓഡിയോ മെസ്സേജ് അയക്കാം. അപ്പൊ നിങ്ങൾ എല്ലാത്തിലും കമന്റ്സും കാര്യങ്ങളും ഇട്ടോളൂ. വേണമെന്നുള്ളവർ എല്ലാവരുടെയും പേരിടും കേട്ടോ. അപ്പൊ നിമിഷാന്റെയും ടീക്കുട്ടിയും ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ പേരൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ 2 1 ഗൈസ്, അങ്ങനെ നമ്മുടെ 3rd ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ബാഗ് പാക്കിംഗ് ആണ് ഏകദേശം കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പോകാൻ നിൽക്കാതിരിക്കാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല. നമ്മൾ അങ്ങനെ 3rd ഇന്റർനാഷണൽ ട്രിപ്പിലോട്ട് പോവുകയാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് നമ്മൾ 1 മില്യൺ ഒക്കെ പോയത്, 2 മില്യൺ പോയത് നമ്മൾ ദുബായിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ ഒരു സോക്സ്. പക്ഷെ അതിനകത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു, 1300 ആ റേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പം അത് വളരെ കുറവായിട്ട് ഗൈസ് എനിക്ക് തോന്നുന്നു 500 ആ ഒരു റേഞ്ചിൽ വന്നിട്ട്. ടീക്കുട്ടി ആ 2 എടുത്തിടാ പൂവ്. ഇത് നമ്മുടെ അദ്ദിക്കുട്ടൻ്റെ ആണ് കേട്ടോ. അദ്ദിക്കുട്ടൻ്റെ കൈയും കാലും ഉണ്ട്. ഇത് നോക്കിയ ടീക്കുട്ടിയുടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇത് അദ്വിക്കിന് ഒരു വെറൈറ്റി ആണ്, അതായത് അവന് വേറെ പൂവൊന്നും ഇഷ്ടമല്ല. അവൻ ഇതിന്റെ കൈയും കാലും കണ്ടോ, ഇത് കണ്ടോ, ഇത് നോക്കിയേ, ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ മേലെ ടാഗ് ചെയ്യാം കേട്ടോ. പലതിൻ്റെയും എൻ്റെ ഇല്ല, ഞാൻ പല പല സ്ഥലങ്ങളിലാണ്. അത് ഒരു സിമിലാരിറ്റി ഉള്ളത് ഞാൻ ടാഗ് ചെയ്ത് വെക്കാം. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായത് താഴെ കമന്റ് ചെയ്തോളൂ. ഞങ്ങൾ അതിനൊക്കെ ഓഡിയോയിൽ തരാം. ഏതാ? എനിക്കും അതാണ് ഇഷ്ടമായത്. പക്ഷെ അദ്വിക്കിന് മറ്റേതാ ഇഷ്ടമായത്. അപ്പം ആ 2 സോക്സ് ഇനി മാറ്റിക്കോളൂ. അപ്പൊ നമ്മുടെ ബാഗ് പാക്കിംഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നിമിഷാന്റിന്റെ ഒരു 4-5 ഡ്രസ്സ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഇമ്പോർട്ടന്റ് സാധനം ഈ ഒരു ക്യാപ്പ് ആട്ടോ. ഇത് നമ്മൾ 2nd ഡേയിലേക്കാണ് ഈ ഒരു ക്യാപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ക്യാപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം സ്റ്റോൺ പോലെ ഫുള്ളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ റേറ്റ് ഒരു 600-700 ആ ഒരു റേഞ്ച് വരുന്നതാണ്. പേർത്തിയെടുക്കാനോ? അയ്യോ ക്രൂവൽ ഗേൾ. ഓക്കെ, അപ്പൊ ഇത് നല്ല രസം. ഇത് നമ്മൾ പിങ്ക് ഡ്രസ്സിന്റെ കൂടെ മാച്ച് ചെയ്യാനാണ് കേട്ടോ. ഒറ്റ മിനിറ്റ് ഇടാന്ന് ഇളക്കല്ലേ, വേണ്ടോ? ഇത് എന്ത് ഭംഗിയാ നോക്കിയേ കാണാൻ. അപ്പൊ ഇത് നമ്മൾ ഇത് കെട്ടുമ്പോ മുടി പോണിറ്റെയിൽ കെട്ടും. ഓക്കെ, ഇത് സെക്കൻഡ് ഡേ ഡ്രസ്സാണ് തോന്നുന്നു. ഇത് ഫസ്റ്റ് ഡേ, ഇത് സെക്കൻഡ്. ഇത് ഇതിന് ഇങ്ങനെ ബുക്കാണോ ടിയ? ഇത് നമ്മൾ ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ക്യാപ്പ്, ഈ ഒരു ഡെനിം, ഇത് ഒരുപാട് നിവർത്തണ്ട കേട്ടോ. നേരെ മടക്കി വെച്ചോ, അതിന്റെ കൂടെ തന്നെ മടക്കി വെച്ചോ കേട്ടോ. കാരണം ഞാൻ ഒരുപാട് സമയം എടുത്തിട്ട് ഇതെല്ലാം ചെയ്തതാണ്. അപ്പൊ ഇതൊരു ഡെനിമിന്റെ ഒരു എന്താ പറയാ, ഒരു ഫ്രോക്ക് മോഡലാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇന്നർ പെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു പിങ്ക് ആണ്. ആ പിങ്കിന്റെ കൂടെയാണ് നമ്മൾ ഈ ക്യാപ്പ് പെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് 2nd ഡേക്കോ മറ്റിടേണ്ട ഒരു സാധനമാണ്. പിന്നെ ഇതെല്ലാം ഡാഡിയുടെ നൈറ്റ് സ്യൂട്ട്സ്, അതുപോലെ തന്നെ ടീഷർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിൽ നിമിഷാന്റെ ഡ്രസ്സ്, നൈറ്റ് സ്യൂട്ട്സ്, അദ്വിക്കുട്ടന്റെ നൈറ്റ് സ്യൂട്ട്സ് കാര്യങ്ങളാണ്. പിന്നെ ടീക്കുട്ടിയുടെ ഈ ഒരു സൈഡാട്ടോ. ടീക്കുട്ടിയുടെ അയൺ ചെയ്തിട്ടില്ല, അപ്പൊ അത് മെല്ലെ അയൺ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ഡ്രസ്സ് ഇതാണ് ഗൈസ്. ഇത് ഇഷ്ടപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യണേ. കാരണം ഇതിനൊരു പിങ്ക് ടച്ച് ഉണ്ട്, ഫുള്ളി പിങ്ക് ടച്ച് ഉണ്ട്. അത് മാത്രല്ല കേട്ടോ, ഇതിന്റെ ഇവിടെ ഒരു വൈറ്റ് പേൾ ബീഡ്സ് ഉണ്ട്. അതിന്റെ സ്കേർട്ട് നോക്കിയേ, കുട്ടി സ്കേർട്ടാണ് കേട്ടോ. അത് അടിപൊളിയായിരിക്കും. അത് കുട്ടി സ്കേർട്ടാണ്, അത് നന്നായി ഫോൾഡ് ചെയ്ത്. അപ്പൊ അങ്ങനെ കുറച്ച് 6-7 ദിവസത്തെ ട്രിപ്പാണ്. ഡ്രസ്സസ് ഇപ്പൊ അങ്ങനെ അധികം കാണിക്കണ്ട അല്ലേ ടിയ? കുറച്ച് കാണിച്ചാൽ മതി. അപ്പം ഇത് ഒരു മിനിറ്റ്, അത് എടുക്കല്ലേ, ഞാനെല്ലാം മടക്കി ഒതുക്കി വെച്ചതാ. ഇതൊരു റെഡാണ്, മാക്സിമം എല്ലാം റെഡാണ് കേട്ടോ. ഇനി അതൊന്നല്ല കാണാൻ. ഇതിന്റെ ഉള്ളിൽ അദ്വിക്കുട്ടന്റെ, ഒരു മിനിറ്റടാ,
അദ്ദിക്കുട്ടന്റെ ഡ്രസ്സസ് എല്ലാം ഇവിടെയാണ് കേട്ടോ. ഇത് അവന്റെ ക്രിസ്മസ് ഡ്രസ്സാണ്. അത് ഒരെണ്ണം വേണമെങ്കിൽ കാണിക്കാം. ഇത് ക്രിസ്മസ് ഡേക്ക് എല്ലാവരും റെഡ് കളറാണ്. പക്ഷെ അദ്വിക്കിന്റെയാണ് ക്യൂട്ട് ആയിട്ടുള്ളത് കേട്ടോ. ടിയുടെയും ഡാഡിയുടെയും എന്റെ എല്ലാം റെഡാ. മെറി ക്രിസ്മസ്. അതെ, അപ്പൊ അത് അടിപൊളിയാണ്. അപ്പോ നിങ്ങളുടെ സ്കൂളൊക്കെ എപ്പോഴാ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ടീക്കുട്ടിയുടെ ഈ ഫ്രൈഡേ, അതായത് 19-ാം തീയതി അല്ലേ, 19th സ്കൂള് ക്ലോസ് ചെയ്യും. അപ്പോൾ എല്ലാം സെറ്റായി. ഇത് മടക്കി വെച്ച് അദ്ദിക്കുട്ടൻ്റെതായിട്ടുള്ള കുറേ ടോപ്സുകളുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഗൈസ് ഇതാണ് കേട്ടോ, ഈ ഒരു ക്യാപ്. നീ ഇവിടെ ഇരുന്ന് എന്നാലേ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ മേക്കപ്പ് ബോക്സ്. വാഷ് ബാഗിനുള്ളിൽ നമ്മുടെ മേക്കപ്പ് ഉണ്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൈസ് മാർസ് വേറൊരു സാധനം ഉണ്ട്, നോക്കട്ടെ ഒന്നും കൂടെ. മാർസിന്റെ കളക്ഷൻ ഉള്ളവർ കമന്റ് ചെയ്യൂ. ആക്ച്വലി ഞങ്ങൾ നല്ലൊരു ഷെയ്ഡ് തപ്പി ഇറങ്ങിയതാണ്. ഇതിലൊന്നും സത്യം പറഞ്ഞാൽ വിചാരിച്ചു. ഇതാണ് കളറ് 3 എനിക്ക് തോന്നുന്നു ദിയാ കൃഷ്ണന്റെയോ അവിടെ നിന്ന് നമ്മൾ നോക്കി വാങ്ങിയതാ ഗൈസ്. ഫസ്റ്റ് വാങ്ങിയത് കേട്ടോ ഗൈസ്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് നല്ല, എനിക്ക് ഏതും ഇഷ്ടപ്പെട്ടില്ല. 3 തേണ്ടോ. പക്ഷെ ഇതിന്റെ ടെക്സ്ചർ ഒരു വേറെ സംഭവം. അത് കഴിഞ്ഞിട്ട് ദേ 3ാമത് വാങ്ങിയതാട്ടോ ഈ ഒരു സാധനം. കുഴപ്പമില്ല. എടാ ഇതൊന്നും 3 ഡ്രസ്സല്ല ഗൈസ്. ഇനി 4ാമത് ഒരെണ്ണം മിക്സ് ചെയ്തല്ലേടാ. 4ാമത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ്. ഡാഡി ഇപ്പൊ വരുന്നുണ്ട്. ഡാഡി കണ്ടപ്പോ അമ്മനെ തന്നെ ഓട്ടിക്കട്ടോ. ആ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കാട്ടോ. കയ്യില് മാത്രമേ വരുന്നുള്ളൂ. അതെയോ, എങ്ങനെയുണ്ട്? അയ്യേ. അപ്പൊ ലിപ്സ്റ്റിക് നമ്മൾ കുളം തോണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് മമ്മ യൂസ് ചെയ്ത് വർഷങ്ങളായി ഗൈസ്. ഇതേ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇടല്ലേ എന്തിനിങ്ങനെ ചെയ്യുന്നത്? പാറുട്ടി ഇങ്ങനെ എല്ലാ സാധനങ്ങളും. ഈ കുട്ടിക്ക് ട്യൂഷൻ ടീച്ചർ ടീക്കുട്ടിയുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് ആണ് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കയ്യിൽ തേക്കുക. ഇങ്ങനെ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒന്ന് പറയാനായിട്ടോ. അടുത്തത് ഗൈസ് നമ്മൾ ഹൈലൈറ്റർ വാങ്ങി. ഡാഡി അറിയണ്ട. എനിക്ക് ഈ പൗഡർ ഹൈലൈറ്റർ ആണ് ഇഷ്ടം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് നേരെ ബ്ലെൻഡ് ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാട്ടോ. ഓക്കെ, കയ്യിലല്ല, നമുക്ക് മൂക്കിലിടാം. മൂക്കിലിട്ടിട്ട് ട്രൈ ചെയ്യും ഗൈസ്. ഇത് നമ്മള് ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാട്ടോ. നന്നായിട്ടുണ്ടോ? ഇത് വന്ന ഡിസൈൻ നോക്കി ഇങ്ങനെ. അങ്ങനെ മിററിൽ നിൽക്ക. വാ, നമ്മള് ലിക്വിഡ് ഹൈലൈറ്റർ ഇങ്ങനെയാണ് ഇടുന്നത്. മൂക്കാണ് നമ്മളിപ്പോ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഐഡിയ ഇല്ല, കാരണം ഇതിനെ കുറിച്ച് ഇനി താഴോട്ട് ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഗൈസ്. മമ്മയ്ക്ക് പിന്നെ ബ്യൂട്ടി സെൻസ് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ഒരു ഐഡിയ ഇല്ല. ഡാഡി കണ്ട നമ്മൾ 2 പേരെ ഒട്ടിക്കും, അത് വേറെ വിഷയം. നോക്കട്ടെ, ഇത് എന്താ അത് മൂക്കില് ഭസ്മ ഇട്ടതാ. അയ്യോ, സ്റ്റഡി ആക്കി. എന്നിട്ട് ആ മൂക്കിന്റെ മറ്റേ ടിപ്പില് ഒരു ഇത് കൊടുത്തേ. നോക്കട്ടെ ഇങ്ങോട്ട് തിരി. എന്തോ ഒരു ഗ്ലോയിങ് ഉണ്ട്. ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് തിരി. ഒറ്റ മിനിറ്റ് കേടി പാറൂട്ടിയാ നിനക്ക് നോക്കട്ടെ. അങ്ങനെ നിന്നോ. പിന്നെ ഇങ്ങനെ കാണിക്കാ. ഇങ്ങനെ ഒറ്റ മിനിറ്റ്. അമ്മയ്ക്ക് അറിയില്ല, അമ്മ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് മുഴുവൻ ഗ്ലേസിംഗ് ആണ് ഗൈസ്. ആരൊക്കെങ്കിലും ഈ ലിക്വിഡ് ഹൈലൈറ്റർ ദൂരത്ത് നോക്കുമ്പോ നല്ല രസമുണ്ട്. ഓക്കെ, അടുത്തുനിന്ന് നോക്കുമ്പോ സൗണ്ടിൽ പറയാം, എനിക്കൊന്നും കേൾക്കില്ല. പക്ഷെ അടുത്തുനിന്ന് നോക്കുമ്പോ രസമില്ല. ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കട്ടെ. ഓക്കെ, അപ്പം ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ ഹൈലൈറ്റർ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ പോവാണ്. അതിന് എന്തിട്ടിട്ടാ മാക്കിനേട്ടിയ? റബ്ബറോ കൺസീലർ ഒക്കെ ഇട്ടിട്ട് ഗൈസ് ഇവിടെ ഒരാൾ മാക്കിയാണ്. എന്തൊക്കെ സാധനങ്ങളാണ് അപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതൊന്നും ആരും യൂസ് ചെയ്യരുത്. മൊത്തം ഗിൽറ്റർ ആട്ടോ ഗൈസ്. അയ്യോ, അത് രസമില്ല കേട്ടോ. കൊറേ കഴിയുമ്പോ തനിയെ മടുക്കും. ആണ് എന്റെ ഫേവറേറ്റ് ഹൈലൈറ്റർ. ഈ ഫേസ് കാനഡന്റെ ആണ് കേട്ടോ ഗൈസ്. നല്ല സംഭവം. ഇതാണ് ഹൈലൈറ്റർ എന്നാ പറയണത്. ഇനി ഈ ഹൈലൈറ്ററിനെ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കൊന്നും അറിയില്ല. ഇതാണ് നല്ലത് പൗഡർ ഹൈലൈറ്റർ. പൗഡർ ഹൈലൈറ്റർ ആണ്. ആ പൗഡർ ഹൈലൈറ്ററിന് നോസിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നും ആരും ഇങ്ങോട്ട് അടുത്ത് ഇതുപോലെ ആരും ചെയ്യരുത് എന്ന് പ്രത്യേകം പറയട്ടെ, ഇല്ലെങ്കിൽ എല്ലാ അമ്മമാരും നമ്മളെ ചീത്ത പറയും. പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പുള്ളിക്കാരത്തി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പോണെന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ബുക്ക് ചെയ്യണേ കേട്ടോ. അല്ലേ ടിയ? ഓക്കെ, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ അപ്പൊ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ 4 ഷെയ്ഡാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് സ്യൂട്ട് ആവാതെ മമ്മ വേറെ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു അലർജിയുടെ ക്രീമാണ്. പിന്നെ നമ്മൾ എന്താ, ഇതാണ് നമ്മൾ ആകെ കൊണ്ടുപോകുന്ന ആക്സസറീസ്.
ഓക്കെ, ഈ ആക്സസറീസിൽ മുഴുവൻ ആക്സസറീസ് ആണ്. ഓപ്പൺ ചെയ്യും. ഇതില് 2 ഇതുപോലെ നമ്മൾ അങ്ങനെ ബാംഗിൾസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇതെന്റെ കമ്മൽ, പിന്നെ മോതിരില്ല, പിന്നെ മമ്മാസ് കുറച്ച് ഇയറിങ്സ്, അതൊക്കെ ഇയറിങ്സ് ഒക്കെ ആണ്. ഇത് കുറച്ച് ഇയറിങ്സ്. മമ്മ അങ്ങനെ ഫാഷനബിളേ അല്ല കേട്ടോ, മമ്മയ്ക്ക് ഫാഷൻ തീരെ ഇഷ്ടമല്ല. ഓക്കെ, പിന്നെ ഇതൊരു ക്രീം എടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കും. അല്ല, ഓപ്പൺ ആക്കണ്ട, ചിലപ്പം അത് മെൽട്ടായിട്ട് താഴെ എല്ലാം ഒഴുകി. പറ്റും, അത് പറ്റും. നമുക്ക് ഓപ്പൺ ആക്കല്ലേ, അവിടെ പോയിട്ട് ഓപ്പൺ ആക്കാതെ വന്ന എന്തെങ്കിലും ഇതാക്കണ്ട. അപ്പൊ പിന്നെ കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളും അത്ര തന്നെ നമ്മൾ ഇതിൽ കൊണ്ടുപോകുന്നുള്ളൂ. നെയിൽ കട്ട് നമ്മൾ ഇത് മറ്റേ ഫ്ലൈറ്റിന്റെ ഇതിൽ പോകുന്നതല്ലേ, നമ്മളെ കയ്യിൽ കീപ്പ് ചെയ്യുന്നില്ലല്ലോ, അത് ബോഡി ഓർഡർ ഇത് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഉള്ളില് മുഴുവൻ ഇത് ടീക്കുട്ടിയുടെ സോക്സ് ആട്ടോ. ഷോർട്ട് ഡ്രസ്സസ് 2-3 ഉണ്ട്, അപ്പൊ അതിനൊക്കെ ഉള്ള ഷോർട്സ് ആണ്. പിന്നെ കുറച്ച് മെഡിസിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള്. അത് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ നില ഡോക്ടർ ആട്ടോ, പലന ഹോസ്പിറ്റലില് നില മാം ആണ് നമുക്ക് എല്ലാ വർഷവും പോകുമ്പോൾ ഉള്ള ടിപ്സ്, വയറുവേദന, പിന്നെ കണ്ണ് ചൊറിച്ചൽ, അങ്ങനത്തെ പനി, അതിൻ്റെ ഉള്ളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പിന്നെ ഇത് നമ്മളുടെ 5 മില്യൺ സെലിബ്രേഷന്റെ 5 മില്യൺ ആയിട്ടില്ല കേട്ടോ. അപ്പൊ ആവാൻ പോകുന്നതിന്റെ ഷൂട്ട് നമ്മൾ ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് എടുത്തു വെക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ എടാ, ഇതൊക്കെ പാർട്ടി സംഭവങ്ങളാട്ടോ. അതെടുക്കല്ലേ, അത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്തേ. അടുത്ത ഇതിൽ എന്താ സംഭവം? ഓപ്പൺ. ഇത് നിന്റെ തലയിലിടുന്ന ബൺസ് ആണ്. പിന്നെ ഇതൊരു സാധനം. പിന്നെ ഇതിന്റെ ഡിഫറെന്റ്, സാധാരണ ടീക്കുട്ടി ഒരു 3-4 വർഷമായി ഞങ്ങൾ ഇതിനെ വൈറ്റ് ഇട്ടിട്ട് നടക്കുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ഡേയിലെ ചെയിൻ ആണ് കേട്ടോ. ഇതിന്റെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാക്കുന്ന കമന്റ്. ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഇതിന് മൊത്തം 400 ആ ഒരു റേഞ്ചാണ് ഇതിന്. നാളെ എന്റെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഓക്കെ, ഡേറ്റ് എന്താണെന്നറിയോ? ഓക്കെ, 19-ാം തീയതി. അത് 19-ാം തീയതി. ഇന്ന് 18. ഇന്ന് 18 ആണ്. മോൾ 19 ഇട്ട് വെച്ച് തോന്നൂട്ടാ. അടിപൊളി ടിയ. 19 അല്ലായിരുന്നു? നാളെയാണ് 19. നാളെയാണ് സ്കൂള് ക്ലോസ് ചെയ്യുന്നത്. അടിപൊളി കാണട്ടെ. അത് കുഴപ്പമില്ല, ടീച്ചർ പ്രശ്നമാവില്ല എന്ന് വിചാരിക്കണോ? എനിക്ക് ക്രിസ്മസ് ആണ് 19. അപ്പൊ ഞാൻ ബ്ലാക്ക് കളറാണ് ഇടുന്നത്. അപ്പൊ ഞാൻ നെയിൽ പോളിഷ് ഇടാൻ വിചാരിച്ചു ഗൈസ്. യെസ്, ബ്ലാക്ക് നെയിൽ പോളിഷ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ തപ്പട്ടെ, ഇവിടെ എവിടെയോ ആണ് തോന്നുന്നു. ഓക്കെ, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് നമ്മൾ ടീക്കുട്ടി ചെയ്യാൻ പോകുന്നതാണ് നെയിൽ പോളിഷ്. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ ബ്ലാക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇടുന്നത്. ഇവൾക്ക് എന്തിന്റെ പ്രശ്നമാണെന്നാണ്. ആരെങ്കിലും ബ്ലാക്ക് ലവേഴ്സ് അല്ല, ഇവിടെ വെച്ചേ വന്നാ, ഇതിന്റെ മേലെ വെച്ചേ. ഇറ്റ്സ് ഓക്കെ. ഇത് ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി സെക്കൻഡും തേർഡും ഒക്കെ ബ്ലാക്ക് കളർ ഇടുന്നുണ്ട്. ഇതാ യെല്ലോ ഇല്ലേ? എന്നാ പിന്നെ ബ്ലാക്കും യെല്ലോയും കൂടി മാറ്റി ഇട്ടാലോ? എടാ, നീ ഏതൊരു യെല്ലോ വാങ്ങിയിട്ടുണ്ടടാ. ഗൈസ്, യെല്ലോ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അങ്ങനെ ബ്ലാക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട്. ക്യാമറ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് വിവോയുടെ X300 ആണ്. അപ്പം ദിസ് ക്യാമറ ഈസ് ബെസ്റ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് സാംസങ് S20. എന്ത് പറ്റി? മുറി വന്നു. ഇനി നമ്മള് അദ്ദിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട്. അദ്ദിക്കുട്ടനൊന്ന് വിളിച്ചാ വരുന്നുണ്ട്. അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു, ടീക്കുട്ടി അതിൽ നെയിൽ പോളിഷ് ഇട്ട് അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു. അത് അതിൽ തട്ടി നല്ല വേദനയുണ്ട്. അദ്ദിക്കുട്ടൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടേക്കാ പോണേ ചിച്ചു? സിംഗപ്പൂർ ആണെന്നാണ് പോണെന്നാ പറയണത്. നമുക്ക് നോക്കാം. ഓക്കെ, അദ്ദിക്കുട്ടന്റെ സോക്സ് കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നോക്കി, നല്ല ക്യൂട്ടായിട്ടില്ലേ? നമ്മളിത് പോണ ദിവസം ഇത് ഇടുന്ന വീഡിയോസ് ഒക്കെ ഇടാം കേട്ടോ. അടിപൊളി സാധനം. 2 കോട്ട് ഇടല്ലേ പിന്നെ? മതിയിടാ. നോക്കട്ടെ, കൈ നോക്കട്ടെ. നെയിൽ പോളിഷ് ഇട്ടത് ഒട്ടും ഭംഗി. ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് നെയിൽ പോളിഷ് ഇടാൻ അമ്മയാണ് കേട്ടോ. അതായത് തങ്കു ചേച്ചി, പൊന്നു ചേച്ചിയുടെ അമ്മയാണ്. നന്നായിട്ടുണ്ട്. നാളെ സോക്സോ? എന്തിനാണ്? അല്ല, സോക്സ് മതിയെന്ന്. ഏത് ഷൂനോ? അത് നമ്മൾ സാധാരണ ചെരുപ്പിട്ടിട്ട് ഷൂസ് ഇട്ടിട്ട് പോവാലോ? വേണ്ട, എനിക്ക് സോക്സ് വേണം. ആണോ?
ഗായ്സ് അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ട് ഈ ടീക്കുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ബലൂൺ ഊതിയതാ ഗൈസ് സ്കൂളില് ക്രിസ്മസ് സെലിബ്രേഷൻ. അത് അപ്പൊ കെട്ടിയപ്പോ എന്റെ കൈ അതെന്തോ പണി കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ബാഗ് ഇവിടെ നിൽക്കണം. ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ഗൈസ് നമ്മൾ സെറ്റ് ആയിട്ട് നമ്മൾ 3rd ഇന്റർനാഷണൽ ട്രിപ്പിന് പോവാണ്. ഏത് കൺട്രിയാന്ന് അറിയില്ല. കൊച്ചിൻ എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് പറയാലടിക്കാം. അത് ഭയങ്കര ക്ലൂവാ, കൊറേ ക്ലൂസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. അടുത്ത ഒരു പിരിയാൻ എന്തൊരു സ്പീഡാണ് ടിയ. ബൈ ബൈ.